ഹായ് കൂട്ടുകാരേ, എല്ലാവരും ആയോ? ഇന്നത്തെ നമ്മുടെ ഐറ്റം സൂപ്പർ കട്ട്ലേറ്റ് ആണ് കേട്ടോ. ബീഫ് മാറിയിരിക്കും. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറിൽ സൂപ്പർ വെജിറ്റബിൾ കട്ട്ലേറ്റ്. അതിനായിട്ട് ഞാൻ എന്തുകൊണ്ട് എടുക്കണമെന്ന് പറഞ്ഞുതരാം. ഞാൻ ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, ഒരു ബീറ്റ്റൂട്ട്, പിന്നെ ഒരു സബോള, പിന്നെ ഒരു ലേശം പച്ചമുളക്, ഒരു ലേശം ഇഞ്ചി. ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചോട്ടെ. പിന്നെ ഉരുളക്കിഴങ്ങ് 2 അതിനൊന്ന് പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് അതിന് റെഡിയാക്കി വെച്ചോ. പിന്നെ നമ്മുടെ സബോളേനെ ഒന്ന് ചെറുതാക്കി അതിന് കുറുകുരു തന്നെ അങ്ങോട്ട് അരിഞ്ഞോ. എന്നിട്ട് പാൻ അടുപ്പത്ത് വയ്ക്കുക. ആദ്യം തന്നെ നമ്മുടെ സബോള, പച്ചമുളക്, ഇഞ്ചി അത് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് വഴിച്ചെടുത്തോ. എന്നിട്ട് അതിലേക്ക് പിന്നെ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത നമ്മുടെ ക്യാരറ്റും നമ്മുടെ ബീറ്റ്റൂട്ടും ഒക്കെ ഇട്ട് അതിലത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റിച്ച് ഒരുവിധം അങ്ങോട്ട് മൊരിയുമ്പോൾ പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതിന് നല്ലോണം പൊടിച്ച് ഇതിലങ്ങോട്ട് ഇട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒന്ന് വെള്ളത്തിൻ്റെ അംശം ഒന്ന് നല്ലോണം വലിച്ചെടുത്തോട്ടാ. എന്നിട്ട് അത് ഒരുവിധം നല്ലോണം ഈ 3ഉം കൂടി ഒന്ന് മിക്സാക്കി അതിലത്തെ വെള്ളമൊക്കെ നല്ലോണം അങ്ങോട്ട് വറ്റിച്ച് ആ കൂട്ടുണ്ടല്ലോ സബോളേരിയും നമ്മുടെ വെജിറ്റബിളിൻ്റെയും എല്ലാ കൂട്ടും കൂടി അങ്ങോട്ട് മാറ്റി വെച്ചോട്ടാ. എന്നിട്ട് പിന്നെ ചെയ്യണത് ഒരു ചെറിയൊരു പാത്രം എടുത്തോ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചോ. 2 സ്പൂൺ നമ്മുടെ കോൺഫ്ലോർ ഉണ്ടല്ലോ അതും നല്ലോണം കലക്കിക്കോ. അതും നല്ലോണം കട്ടയില്ലാണ്ട് കലക്കി അതും അങ്ങോട്ട് മാറ്റിയിരിക്കേ. പിന്നെ വേഗം 2 റസ്കിൻ്റെ പീസ് എടുത്തോ, 2-3 റസ്കിൻ്റെ പീസ് എടുക്കുക. അത് നമ്മൾ മിക്സിയിൽ അങ്ങോട്ട് ഇട്ട് കരകരകരയെന്ന് അങ്ങോട്ട് നല്ലോണം പൊടിച്ചോ അതും അങ്ങോട്ട് മാറ്റി വെച്ചോ. ഒക്കെ 3ഉം കൂടി അങ്ങോട്ട് ചുറ്റും അങ്ങോട്ട് വെച്ചോ. എന്നിട്ട് പിന്നെ ആദ്യം നമ്മുടെ കട്ട്ലേറ്റിനെ അങ്ങോട്ട് എടുത്ത് നമ്മൾ ബീഫൊക്കെ കട്ട്ലേറ്റ് ഉണ്ടാക്കണ പോലെ തന്നെ റെഡിയാക്കി എടുത്തോ. എന്നിട്ട് അതൊക്കെ അങ്ങോട്ട് ആക്കി വെച്ചതിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ചോ, ഓയിൽ ഒഴിച്ചോട്ടാ. എന്നിട്ട് ഓയിൽ നല്ലോണം അങ്ങോട്ട് ചൂടാകുമ്പോൾ നമ്മുടെ കട്ട്ലേറ്റിന് എടുക്കുക, നമ്മുടെ കോൺഫ്ലോറിൽ മുക്കുക, നമ്മുടെ റസ്ക് പൊടിയിൽ മുക്കുക, ഓയിലേക്ക് ഇട്ട് കൊടുക്കുക. സൂപ്പർ സാധനമാണ് കേട്ടോ. മൊരിഞ്ഞു വന്നാണ്ടല്ലോ, ഞാൻ പറയുന്നത് നുണയൊന്നുമല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. പിന്നെ ഈ ബ്രെഡ് ക്രൺസിനേക്കാൾ നല്ലത് നമ്മുടെ റസ്ക് പൊടിച്ചതാണ് കേട്ടോ. അതാണ് ഇതിലേക്ക് സൂപ്പർ. അത് നല്ല മൊരിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ നോണ പറഞ്ഞതല്ല, ബീഫ് മാറിയിരിക്കും കട്ട്ലേറ്റ് ഇട്ടാൽ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്ക്. സോസ് ഇല്ലെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ കട്ട്ലേറ്റിനൊക്കെ ഇഷ്ടമായിങ്ങ എന്നും പറയണ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പൊന്നുമക്കളെ. നാളെ വരാട്ടാ. ടാറ്റാ, ബൈ ബൈ.